നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. കിഴിപ്പിള്ളിക്കര നളന്ദ സ്കൂളിന് മുൻപിൽ സ്ഥാപിച്ചിരുന്ന അനുമോദന ബോർഡ് തീവെച്ച് നശിപ്പിച്ച നിലയിൽ. കാഞ്ഞാണി സെന്ററിൽ വാഹനക്കുരുക്ക് പതിവാകുന്നു. അപകടം പതിവായ വാടനപ്പള്ളി മരണവളവിലെ പൊന്തക്കാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വൃത്തിയാക്കി. യുവാക്കളുടെ ഹരം എസ് എ. ഇടിവെട്ട് സംഗീതത്തിന്റെ കളിക്കൂട്ടുകാരൻ ബേബി ജെയിൻ. സംഗീതം ലഹരിയായി സിരകളിൽ ഒഴുക്കുന്ന എംഎച്ച്ആർ. റാപ്പ് സംഗീതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ചെറുപ്പക്കാരൻ MC കൂപ്പർ എന്നിവർ ഒരേ വേദിയിൽ ഒന്നിക്കുന്നു. കേരളക്കരയിൽ ഇതാദ്യം. ഇനി എന്നാണെന്നറിയണ്ടേ? ജനുവരി 4 വൈകിട്ട് 6 മണി. കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. കിഴിപ്പിള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉപജില്ലാ കായികോത്സവത്തിൽ വിജയികളായ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച് സ്ഥാപിച്ച ബോർഡ് സാമൂഹ്യവിരുദ്ധർ തീവെച്ച് നശിപ്പിച്ച നിലയിൽ. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവമുണ്ടായത്. സ്കൂളിന്റെ പ്രധാന ഗേറ്റിന് സമീപമാണ് കായിക രംഗത്ത് നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ച് ബോർഡ് സ്ഥാപിച്ചിരുന്നത്. ഇതാണ് പെട്രോൾ ഒഴിച്ച് തീവെച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുവഴി വന്ന യാത്രക്കാരാണ് ബോർഡ് കത്തുന്നത് കണ്ടത്. ഉടൻ സ്കൂൾ PTA ഭാരവാഹികളെ വിവരമറിയിക്കുകയായിരുന്നു. നാട്ടുകാർ ഓടിയെത്തി തീയണച്ചു. പ്രധാന ഗേറ്റിന് സമീപമാണ് ഓടുമേഞ്ഞ പഴയ സ്കൂൾ കെട്ടിടമുള്ളത്. ഇതിനോട് ചേർന്നാണ് സ്കൂൾ ഓഫീസും. ഇവിടേക്ക് തീ പടരാതിരുന്നത് മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ നാട്ടുകാരും രക്ഷാകർത്താക്കളും പ്രതിഷേധിച്ചു. പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂളിന് മുൻപിലും സമീപ പ്രദേശങ്ങളിലുമുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. കാഞ്ഞാണി സെന്ററിൽ വാഹന കുരുക്കിനെ തുടർന്ന് ഗതാഗതം സ്തംഭിക്കുന്നത് പതിവാവുകയാണ്. ഇവിടെ പതിവായി ഡ്യൂട്ടിയിൽ ഉണ്ടാകാറുള്ള ഹോം ഗാർഡിൻ്റെ സേവനം വ്യാഴാഴ്ച ഇല്ലാതായത് ഗതാഗതക്കുരുക്ക് ഇരട്ടിയാക്കി. കൊടകരയിലെ അനിഷ്ട സംഭവത്തെ തുടർന്നുണ്ടായ അടിയന്തര സാഹചര്യം നേരിടുന്നതിനായി ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശാനുസരണം വ്യാഴാഴ്ച ഹോം ഗാർഡിനെ പിൻവലിക്കുകയായിരുന്നു. സ്വകാര്യ ബസ്സുകളുടെ ഡ്രൈവർമാരും ക്ലീനർമാരും അവരവരുടെ വാഹനങ്ങൾ കടന്നുപോകുന്നതിന് വേണ്ടി ഗതാഗതം നിയന്ത്രിച്ചതോടെ ചെറുവാഹനങ്ങൾ മണിക്കൂറുകളോളം കുരുക്കിലകപ്പെട്ട കാഴ്ചയുമുണ്ടായി. റോഡിന് ആവശ്യമായ വീതിയില്ലാത്തതാണ് ഇവിടെ വാഹനങ്ങളുടെ അഴിയാക്കുരുക്കിന് പ്രധാന കാരണമെന്ന് യാത്രക്കാർ പറയുന്നു. ട്രാഫിക്കിൽ നിന്നും ഹോം ഗാർഡുകളെ ഒഴിവാക്കി ട്രാഫിക് പരിശീലനം നേടിയ ഉദ്യോഗസ്ഥരെ കാഞ്ഞാണി ട്രാഫിക്കിൽ നിയമിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അപകടങ്ങൾ പതിവായ വാടനപ്പള്ളി മരണവളവിലെ പൊന്തക്കാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വെട്ടിത്തെളിച്ചു. വാടനപ്പള്ളി സെന്ററിന് വടക്ക് മരണവളവിൽ നിരന്തരം അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് 2 വയസ്സ് പ്രായമുള്ള കുട്ടി സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ് ലോറി കയറി മരിച്ചിരുന്നു. അതിനുശേഷവും നിരവധി അപകടങ്ങൾ നടന്നു. എന്നിട്ടും പഞ്ചായത്തോ മറ്റ് അധികാരികളോ അവിടേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന റോഡിന്റെ ഇരുവശത്തുമുള്ള പൊന്തക്കാട് വെട്ടിത്തെളിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നാസിം A. നാസർ, റിനാസ് മങ്ങാടൻ, റിൻഷാദ് AB, ഫാസിൽ, നെബിൽ, ഇജൽ എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസിന് പിന്തുണയുമായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ, മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ CM ശിവപ്രസാദ്, അഹമ്മദ് ഉണ്ണി, സിജിത്ത്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ VD ബെന്നി, CM രഘുനാഥ്, മണ്ഡലം ജനറൽ സെക്രട്ടറി നൂറുദ്ദീൻ എന്നിവരും എത്തിയിരുന്നു. ആരോടും ഒരു പബ്ലിസിറ്റി ഇല്ലാതെ മറ്റുള്ളവരുടെ ജീവന് വേണ്ടി അവരുടെ ജീവൻ സംരക്ഷിക്കണം എന്ന മുഖമുദ്ര പിടിച്ചുകൊണ്ട് നിരന്തരമായി ഓരോ ദിവസം, ഇന്നലെയും ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഇവിടെ ഓരോ ദിവസം നേരം വെളുക്കുമ്പോൾ വണ്ടികൾ സൈഡിൽ കിടക്കുന്നതാണ് കാണുന്നത്. ചാഴൂർ ഗ്രാമീണ നാടകവേദിയുടെ ആഭിമുഖ്യത്തിൽ 5 ദിവസം നീളുന്ന നാടകോത്സവത്തിന് തിരിതെളിഞ്ഞു. ഉദ്ഘാടന സമ്മേളനം MTയുടെ സ്മരണാഞ്ജലിയായി വൈകിട്ട് 6 ആരംഭിച്ചു. സിനിമാ നാടക നടനും കാരിക്കാച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വരാതിരിക്കില്ല എന്നിപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നത്. ഒരു ചിലപ്പോൾ വർഷങ്ങളോ നൂറ്റാണ്ടുകളോ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് വീണ്ടും MT വാസുദേവനെ പുനർജനിക്കും ഞാൻ വിശ്വസിക്കുന്നു.
MTയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആ മഹാനായ എഴുത്തുകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞു, സംസ്കാര ചടങ്ങ് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ അനുസ്മരണം നടത്തുന്നത്. സ്മൃതിപഥം എന്നാണ് അദ്ദേഹത്തെ അടക്കം ചെയ്ത ആ മാവൂർ ശ്മശാനത്തിൻ്റെ പേര്. അവിടുത്തെ 29-ാം തീയതിയാണ് ഉദ്ഘാടനം വെച്ചത്. സ്മൃതി അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പാവതി, നാടക സംവിധായകൻ TV ബാലകൃഷ്ണൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. PR കൃഷ്ണകുമാർ, KM മുഹമ്മദ് അനുസ്മരണവും TV ബാലകൃഷ്ണൻ, സജീവ് ചിറാക്കോലി അനുസ്മരണവും നടത്തി. കൺവീനർ മസൂദ് K വിനോദ്, പ്രോഗ്രാം കൺവീനർ റിച്ചിക് എന്നിവർ സംസാരിച്ചു. ആക്ട് ലാബ് കൊച്ചിൻ അവതരിപ്പിച്ച പാടുക പാട്ടുകാര, അഡാട്ട് പഞ്ചമി തിയേറ്റേഴ്സിൻ്റെ കവചിതം എന്നീ നാടകങ്ങൾ അവതരിപ്പിച്ചു. ഡിസംബർ 30 വരെ 10 നാടകങ്ങളാണ് നാടകോത്സവത്തിൽ അവതരിപ്പിക്കുന്നത്. കോതകുളം സ്നേഹാരാമം ബീച്ച് ഫെസ്റ്റ് സമാപിച്ചു. കലാ സാംസ്കാരിക പരിപാടികൾക്ക് പുറമെ മെഗാ കാർണിവലുകളും ഫുഡ് ഫെസ്റ്റും കോതകുളം ബീച്ച് ഫെസ്റ്റിനെ ആകർഷണീയമാക്കി. സമാപന സമ്മേളനം മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. മനോഹരമാക്കി നടത്തുക എന്നത് ഇന്ന് വലിയൊരു ചാലഞ്ചാണ്. കാരണം ഞാൻ നോക്കുമ്പോൾ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ദിവസം രാവിലെ നോക്കിയാൽ, ഞാൻ ഓഫീസിലുള്ള ദിവസമാണെങ്കിൽ 3-4 ചടങ്ങുകൾ നടത്തുന്ന ആളുകൾ MLA-മാരുടെയും MP-മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ അവരും കൂടിയിട്ടോ വന്ന് കാണും. ഇവിടെയൊക്കെ പ്രോഗ്രാം നടക്കുകയാണ്. എന്തായാലും എത്ര പ്രോഗ്രാം നടന്നാലും ഇന്ന് ഇതിന് 1 കിലോമീറ്റർ അപ്പുറത്ത് കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവൽ നടക്കുകയാണ്. എത്ര നടന്നാലും നല്ലത് തന്നെയാണ്. കാരണം പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച പോലെ അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ KC പ്രസാദ് സൂചിപ്പിച്ച പോലെ ഇത് ഏറെ സന്തോഷം നൽകുന്ന ഒരു അവസരമാണ്. മ്യൂസിക്കും അതൊക്കെ ഈ സെലിബ്രേഷനൊക്കെ തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. ഈ സന്തോഷം ആളുകൾക്ക് കിട്ടുമ്പോൾ തന്നെ ഇത് ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. അതിന് മുന്നോട്ട് വരിക എന്നുള്ളത് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എത്രമാത്രം അറിയുമെന്നറിയില്ല. പക്ഷെ അവർക്ക് ഉണ്ടാകുന്ന ടെൻഷൻ, ഇതെങ്ങനെ ഇതിന് വേണ്ട പൈസ സ്വരൂപിക്കും, അവസാനത്തെ ദിവസം എങ്ങനെ കൂട്ടിമുട്ടും എന്നൊക്കെ ഉള്ളത് വലിയൊരു ചലഞ്ചാണ്. ആ ചലഞ്ച് ഏറ്റെടുത്ത ഇതിൻ്റെ എല്ലാ പ്രവർത്തകരെയും, മല്ലികാദേവനടക്കം അതുപോലെ സത്യനടക്കം ഇതിൽ സ്വാഗതം പറഞ്ഞ ശ്രീ കോതകുളം സ്നേഹാരാമം തീരത്ത് സ്ഥിരം സ്റ്റേജും ടോയ്ലറ്റ് സമുച്ചയവും ഉടൻ നിർമ്മിച്ചു നൽകുമെന്നും സ്നേഹാരാമം ബീച്ചിന്റെ മുഖച്ഛായ മാറ്റുന്ന നിരവധി പ്രവർത്തനങ്ങൾക്ക് സഹായവും വാഗ്ദാനം നൽകുമെന്നും BP നന്ദകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷനായി. RM മനാഫ്, മല്ലികാദേവൻ, AR സത്യൻ, പ്രഹർഷൻ, TS മധുസൂദനൻ, MK അലി, NR സണ്ണി, ശ്രീജിൽ, CD നിധീഷ്, KS ഉണ്ണികൃഷ്ണൻ, PR ബാബു എന്നിവർ സംസാരിച്ചു.
കിഴിപ്പള്ളിക്കര ഗ്രാമീണ വായനശാലയുടെ 70-ാം വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് SNSA LP സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷ പരിപാടികൾ. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ KA ബാബു അധ്യക്ഷനാകും. കവി ഡോക്ടർ C രാവുണ്ണി മുഖ്യാതിഥിയായി സംബന്ധിക്കും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, അന്തിക്കാട് സബ് ഇൻസ്പെക്ടർ K അജിത്, ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NG ജയരാജ് തുടങ്ങിയവർ പങ്കെടുക്കും. വായനശാല സെക്രട്ടറി PB അനിൽ, സംഘാടക സമിതി കൺവീനർ TV ദീപു, സംഘാടക സമിതി ചെയർമാൻ KA ബാബു, വൈസ് ചെയർമാൻ KM സിറാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 2024 ഡിസംബർ 28 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VS പ്രിൻസാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യാതിഥിയായിട്ട് ഡോക്ടർ C രാവുണ്ണി പ്രശസ്ത കവി പങ്കെടുക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KK ശശിധരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശുഭ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷീന പറയങ്ങാട്ടിൽ, അന്തിക്കാട് സബ് ഇൻസ്പെക്ടർ ശ്രീ K അജിത്ത്. കഴിമ്പ്രം തീരോത്സവത്തിൽ മലയാളത്തിന്റെ കഥാകാരൻ MT വാസുദേവൻ നായർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നടന്ന 2ാം ദിവസ പരിപാടികൾ ജനശ്രദ്ധ ആകർഷിച്ചു. ഫെസ്റ്റിവൽ നഗരിയിൽ നവയുഗ കൂരിക്കുഴിയും ശ്രീഭദ്ര ഏങ്ങണ്ടിയൂരും കൈകൊട്ടിക്കളിയിലൂടെ ഏറ്റുമുട്ടി. വൈകിട്ട് മഴവിൽ മനോരമയിലെ കിടിലം പരിപാടിയിലൂടെ ഗിന്നസ് റെക്കോർഡ് നേടിയ കണ്ണൂർ സ്കോർപിയോയുടെ D4 ഡാൻസ് കാണികൾക്ക് മനം കവർന്നു. രാവിലെ സംഘാടക സമിതി ഓഫീസിൽ ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം ചെറുതുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. കടലിൽ വലവീശൽ മത്സരവും തുടർന്ന് നടന്നു. ഗുരുക്കൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. കൂടെ സമ്മാനങ്ങളും.
SNS സമാജം എടമുട്ടം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മണ്ഡലകാല മഹോത്സവ സമാപനത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച ക്ഷേത്രം മേൽശാന്തി സന്ദീപ് ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കലിയുഗവരദനായ അയ്യപ്പസ്വാമിക്ക് അമ്പലം കൂട്ടിവിളക്ക്, മണ്ഡലപൂജ, ഭജന, ദീപക്കാഴ്ച തുടങ്ങിയ ചടങ്ങുകൾ നടത്തി. ചടങ്ങുകൾക്ക് സമാജം പ്രസിഡന്റ് സുനിൽകുമാർ അരിയമ്പറമ്പിൽ, സമാജം സെക്രട്ടറി സുനിൽകുമാർ അണക്കത്തിൽ, സമാജം ഖജാൻജി രഞ്ജൻ എരുമത്തുരുത്തി, സമാജം വൈസ് പ്രസിഡന്റ് ജിതേഷ് കാരയിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, ഷാജഹാൻ കാരയിൽ തെക്കൂട്ട്, പ്രദീപ് തോട്ടുപുര, സുമേഷ് എറണാകുളത്ത്, വനിതാ കമ്മിറ്റി അംഗങ്ങളായ സൈന ദിലീപ് അരിയമ്പറമ്പിൽ, സുനിത കെവിഷ് ചക്കാമട്ടിൽ, രാധിക മണി പൊറ്റേക്കാട്ട്, കവിത രവി കൊട്ടുക്കൽ, മറ്റു ഭരണസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കാരമുക്ക് ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും പൂത്രിക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വെച്ച് ആഘോഷിച്ചു. വ്യാഴാഴ്ച രാവിലെ പൂത്രിക്കോവ് ക്ഷേത്രം മേൽശാന്തി ബിനു വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തിയ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് പന്തലിൽ പൂജയും കാൽനാട്ടുകർമ്മവും നടത്തി. വൈകിട്ട് കാരമുക്ക് പച്ചാംപിള്ളി മേൽ തൃക്കോവിൽ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും കാവടി, തകിൽ, നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും പന്തലിൽ നാമാർച്ചനയും 7:30 മുതൽ അന്നദാനവും ഉണ്ടായിരുന്നു. രാത്രി ബ്രദേഴ്സ് അന്തിക്കാട് അയ്യപ്പൻ വിളക്ക് സംഘത്തിൻ്റെ ശാസ്താപാട്ടും നടത്തി. വെള്ളിയാഴ്ച പുലർച്ചെ പാൽക്കിണ്ടി എഴുന്നള്ളിപ്പും തുടർന്ന് നടത്തിയ വെട്ടും തടയോടെ ദേശവിളക്കാഘോഷം പര്യവസാനിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി പി.ബി. വേണു, ട്രഷറർ കെ. സൂര്യനാരായണൻ, വൈസ് പ്രസിഡന്റ് സുഷമ സുനിൽ, ജോയിന്റ് സെക്രട്ടറി അജിത ശ്രീനിവാസൻ, കമ്മിറ്റി അംഗങ്ങളായ വി. പ്രമോദ്, ഇന്ദിര വിശ്വനാഥൻ, അഞ്ജലി ഷാജി, വാസു താണിപ്പാടത്ത് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി നാഥ പുരസ്കാരം വാനമ്പാടി KS ചിത്രയ്ക്കും, നാട്യപുരസ്കാരം നർത്തകി ആശാ ശരത്തിനും, കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലിനും ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി സ്വാമികൾ സമർപ്പിച്ചു. ഓം ശാന്തി ശാന്തി ശാന്തി. 1,00,000 രൂപയും ശിവപാർവതി വിഷ്ണുമായ സ്വാമി ശില്പവും പൊന്നാടയും അടങ്ങുന്നതാണ് നാഥ പുരസ്കാരം. 50,000 രൂപയും വിഷ്ണുമായ സ്വാമി ശില്പവും പൊന്നാടയും അടങ്ങുന്നതാണ് നാട്യമയൂരി പുരസ്കാരം.
25,000 രൂപയും വിഷ്ണുമായ സ്വാമി ശില്പവും പൊന്നാടയുമാണ് കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് നൽകിയത്. യമുന കല്യാണി രാഗത്തിലെ വിശ്വേശതീർത്ഥരുടെ രചനയായ കസ്തൂരി തിലകം എന്നാരംഭിക്കുന്ന ശ്ലോകം പാടി ചിത്ര പ്രേക്ഷകരെ ആനന്ദത്തിൽ ആറാടിച്ചപ്പോൾ ആ നാദമാധുരിയെ രംഗാവിഷ്കാരം നടത്തി നാട്യമയൂരി പുരസ്കാര ജേതാവായ ആശാ ശരത്ത് പ്രേക്ഷകരെ വിസ്മയത്തിലാഴ്ത്തി. വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം. ഇത് മൂന്നാമത്തെ തവണ. ഏറെ സന്തോഷം. നമ്മളെല്ലാവരും വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പേരിലുള്ളൊരു പുരസ്കാരം. അതിന് സത്യം പറഞ്ഞാൽ ഞാൻ അർഹയാണോ എന്ന് പോലും എനിക്കറിയില്ല. എന്നാലും സ്വാമിയുടെ പേരിൽ കിട്ടുന്ന എന്തും, സ്വാമിയുടെ ഒരു തമ്പുരു എൻ്റെ വീട്ടിലിരിപ്പുണ്ട്, ഗുരുവായൂരിലത്തെ വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ അത് ഞാനൊരു വലിയൊരു അനുഗ്രഹമായിട്ട് കാണുകയാണ്. അത് ഏകദേശം 7 വയസ്സിൽ നൃത്തം പഠിച്ചു എന്നറിയില്ല. ഗുരു, ദൈവം, അമ്മ എല്ലാം ഒരാളാണ്. ശ്രീമതി കലാമണ്ഡലം സുമതി അമ്മയെ ഓർക്കുന്നു, എല്ലാവരെയും ഓർക്കുന്നു. നമുക്കിന്ന് വരാൻ സാധിച്ചില്ല. ഒരുപാട് സന്തോഷം. അഭിനയം ഒരു മോഹം മാത്രമായിരുന്നു, വല്ലപ്പോഴുമുള്ളൊരു സ്വപ്നം. പക്ഷെ നൃത്തമായിരുന്നു ജീവവായുവായി അന്നും ഇന്നും എന്നും കൊണ്ട് നടക്കുന്നത്. നൃത്തത്തിന് കിട്ടുന്ന സ്നേഹം, പുരസ്കാരങ്ങളെല്ലാം ഒരുപാട് സന്തോഷമാണ്. വിനയപൂർവ്വം ഞാൻ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നു. 1968 ഞാനൊരു BSc വിദ്യാർത്ഥി അല്ലാതെ വേറെ ഒന്നും എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛൻ എന്നെ സമ്പാദിച്ചു തന്ന ഒറ്റ കാര്യം ഒരു വിദ്യാഭ്യാസം, ഒരു ഡിഗ്രിയാണ്. അതുകൊണ്ട് മദ്രാസ് പോയി 0-ൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് എൻ്റെ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ സമ്മാനം തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാട്ടുകാരി, ഒരു കാര്യം ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയാം. നമ്മുടെ ജീവിതത്തിൽ ശ്രമങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാം. മനുഷ്യന് സാധ്യമല്ലാത്ത ഒരു കാര്യം ലോകത്തിലില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കയ്യടിയോടുകൂടി ഈ കൊച്ചു മിടുക്കനെ, ഈ സംഗീത പ്രതിഭയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. പ്രിയമുള്ളവരെ, റാപ്പ് സംഗീതത്തിന്റെ ആവേശ കൊടുമുടി കീഴടക്കാൻ നിങ്ങൾ തയ്യാറാണോ? എന്നാ കേട്ടോ. യുവാക്കളുടെ ഹരം എസ്സേ, ഇടിവെട്ട് സംഗീതത്തിന്റെ കളിക്കൂട്ടുകാരൻ ബേബി ജെയിൻ, സംഗീതം ലഹരിയായി സിരകളിൽ ഒഴുക്കുന്ന MHR, റാപ്പ് സംഗീതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ചെറുപ്പക്കാരൻ MC കൂപ്പർ എന്നിവർ ഒരേ വേദിയിൽ ഒന്നിക്കുന്നു കേരളക്കരയിൽ. ഇതാദ്യം. ഇനി എന്നാണെന്നറിയട്ടെ? ജനുവരി 4-ന് വൈകിട്ട് 6 മണിക്ക്. വരട്ടെ, ഇനിയുണ്ട് ട്ടാ. AR റഹ്മാന്റെ ശിഷ്യൻ, തെന്നിന്ത്യൻ സൂപ്പർ സിംഗർ നരേഷ് അയ്യർ, മലയാള സിനിമാ സംഗീതത്തിലെ യുവതരംഗമായ നിത്യ മാമൻ എന്നിവർ സംഗീത പെരുമഴ തീർക്കാനെത്തും. പിന്നണി ഗായകരായ അമൃത സുരേഷ്, അപർണ, മാധവ് നായർ എന്നിവരും ഈ സംഗീത നിശയിൽ നിങ്ങളെ ഹരം കൊള്ളിക്കാനെത്തും. എന്നാണെന്നല്ലേ? ജനുവരി 5-ന് വൈകിട്ട് 6 മണിക്ക്. പ്രവേശനം സൗജന്യമാണ്. തീർന്നില്ലാന്നേ. കേരളത്തിലെ 100-ൽ പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി പഞ്ചാരി മേളത്തിന്റെ പെരുമഴ തീർക്കാൻ നമ്മുടെ പ്രിയതാരം പത്മശ്രീ ജയറാം എത്തുന്നു. ഓർത്തുവെച്ചോ, ജനുവരി 10-ന് രാത്രി 8 മണിക്ക്. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു. ഇതൊക്കെ എവിടെയാണെന്നല്ലേ? തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ്. ഇനി അവിടെ എന്താ വിശേഷം എന്നറിയോ? തിറവെള്ളാട്ട് മഹോത്സവം. അപ്പൊ നമുക്ക് കാണാം കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത്. നിങ്ങൾ അറിഞ്ഞോ, മൈ സ്റ്റോർ 5-ാം വർഷത്തിലേക്ക്. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. നിങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് എന്തിനു കാത്തിരിക്കണം?
അതിലും വിലക്കുറവിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം സ്മാർട്ട് ഫോണുകൾ, മൊബൈൽ ആക്സസറീസ്, ഒപ്പം നിരവധി സമ്മാനങ്ങളും. നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്മാർട്ട് ഫോണുകൾ ചെറിയ മാസത്തവണയിൽ, അതും പലിശയില്ലാതെ. ഫോണിലെ ഡാറ്റ ഒന്നും നഷ്ടമാകാതെ നിങ്ങളുടെ മുന്നിൽ വെച്ചു തന്നെ റിപ്പയർ ചെയ്തു നൽകുന്നു. ഫോൺ ഏതുമാകട്ടെ, ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് മുന്നിൽ. മൈ സ്റ്റോർ ഇനി എന്നും നിങ്ങളോടൊപ്പം. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. AJ Gold and Diamonds, തൃപ്രയാർ ജംഗ്ഷൻ. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ. 1 പവൻ സ്വർണം വാങ്ങുന്നവർക്ക് പട്ടുസാരി, ചുരിദാർ സമ്മാനം. ഓരോ പർച്ചേസിനും ഒട്ടനവധി സമ്മാനങ്ങൾ. എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ ഇളവുകൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% ഡിസ്കൗണ്ട്. ഏത് ഷോപ്പിൽ നിന്നും എടുത്ത ഡയമണ്ട് ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുവാനും ക്യാഷ് ആക്കുവാനും സൗകര്യം. 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. 5 പവൻ മുതലുള്ള കല്യാണ സെറ്റുകൾ ഹോൾസെയിൽ വിലയിൽ. 18 കാരറ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ബേബി കളക്ഷൻസ്, ചെയിൻ, വള, അരഞ്ഞാണം, പാദസ്വരം മൊത്തം 1 പവനിൽ. AJ Gold and Diamonds, തൃപ്രയാർ ജംഗ്ഷൻ. ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ജ്വല്ലറി. 916 ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ഫോൺ 6. അർച്ചന സിൽക്സ്, തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26336114. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശ്വിൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ. ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ഇഷാര. ഓക്കെ, ബൈ ഐഷ, കാണാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണേ. അതാണോ? ഐഷ, ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ് ആണ്. വാർത്തകൾ തുടരുന്നു. വാടനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 10ാം ഉദയം ഉത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ഗജരാജ ബാഹുബലി ചിറക്കൽ കാളിദാസൻ തിടമ്പേറ്റി.
ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് ദിവാകരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം പഞ്ചാരിമേളം, പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയുടെ അകമ്പടിയിൽ 5 ഗജവീരന്മാർ അണിനിരന്ന എഴുന്നള്ളിപ്പ് നടന്നു. വർണ്ണമഴയുമുണ്ടായിരുന്നു. പിന്നണി ഗായിക രഹന മുരളീദാസ് നയിച്ച ക്ലാസിക്കൽ ഫ്യൂഷനും ഉണ്ടായി. 1/4 നൂറ്റാണ്ടായി ഭഗവതിയുടെ തിടമ്പേറ്റുന്ന ചിറക്കൽ കാളിദാസനെ ക്ഷേത്ര ഭാരവാഹികളും ഉത്സവാഘോഷ കമ്മിറ്റിയും ചേർന്ന് സ്വീകരിച്ചു. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രസന്നിധിയിലെ 62ാമത് ദേശവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തിവന്നിരുന്ന കലാസന്ധ്യ സമാപിച്ചു. സമാപന ദിവസമായ വ്യാഴാഴ്ച വൈകിട്ട് മണലൂർ നീലാഞ്ജനം നൃത്തസംഗീത വിദ്യാലയം അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ പൊറ്റേക്കാട് ഉദ്ഘാടനം ചെയ്തു. സുനിൽ കൊച്ചത്ത്, സെക്രട്ടറി സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി MT താജൻ, രഞ്ജിത്ത് തണ്ടാമ്പറമ്പിൽ, ട്രഷറർ അജീഷ് സോമൻ, ആദർശ്, ഗോകുൽദാസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ കേരളോത്സവം കളരിപ്പയറ്റ് മത്സരത്തിൽ വാടനപ്പള്ളി നടുവിൽക്കര പ്രാചീന കേരള കളരി സംഘത്തിലെ വിദ്യാർത്ഥികൾ കുറുവടിപ്പയറ്റ്, നെടുവടിപ്പയറ്റ് എന്നീ ഇനങ്ങളിൽ സമ്മാനാർഹരായി. നെടുവടിപ്പയറ്റ് മത്സര ഇനത്തിൽ ശരത്ത്, ഷഹീൻ ഷാൻ എന്നിവരും ഗേൾസ് വിഭാഗത്തിൽ സുവ്യ, നന്ദകൃഷ്ണ എന്നിവരും ജേതാക്കളായി. നെടുവടിപ്പയറ്റ് വിഭാഗത്തിൽ വിജയലക്ഷ്മി, ജയലക്ഷ്മി എന്നിവർ 2ാം സ്ഥാനത്തിനും അർഹത നേടി. പെരിങ്ങോട്ടുകര കിഴക്കുമുറി കൈപ്പുള്ളി ശ്രീ ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിൽ തോറ്റം മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നട തുറക്കൽ, നിർമാല്യം, അഭിഷേകം, മലർ നിവേദ്യം, ഗണപതി ഹോമം, കലശപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, മുത്തപ്പന്റെ കളം, ഉച്ചപൂജ എന്നിവ നടന്നു. തുടർന്ന് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ രൂപക്കളത്തിൽ പൂജ ആരംഭം, അന്നദാനം എന്നിവയുമുണ്ടായി. വൈകിട്ട് കളത്തിൽ നൃത്തം, ദീപാരാധന, അത്താഴപൂജ, പറ്റ്, കേളി, തായമ്പകയ്ക്ക് ശേഷം ഭഗവതിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, രൂപക്കളത്തിൽ നൃത്തം, വടക്കും വാതിലിക്കൽ കുരുതി എന്നിവ നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് KR ജോഷി, സെക്രട്ടറി ഗീതു രാമദാസ്, KK ജയവർദ്ധനൻ, KS അശോകൻ, ശോഭ രവി, KS വത്സൻ, KJ കിഷോർ, KG ശിവജി എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവം 28ാം ദിവസം രാവിലെ അശ്വിക നായരുടെ സംഗീതാർച്ചന നടന്നു. കലാമണ്ഡലം ശ്രീരാജ് വയലിനിലും ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗത്തിലും പക്കം വായിച്ചു. തുടർന്ന് നടന്ന ഹിന്ദുസ്ഥാനി സംഗീതമേളയിൽ ഗായകി സ്കൂൾ ഓഫ് മ്യൂസിക് വിദ്യാർത്ഥികളായ വൃന്ദ ശ്രീധർ, വീണ, ശബ്ന, നിഖിത നടരാജൻ എന്നിവർ പാടി. ലക്ഷ്മിപ്രിയ സിത്താറിലും ദീപക് തബലയിലും ഉണ്ണികൃഷ്ണൻ ഹാർമോണിയത്തിലും പക്കം വായിച്ചു. പെറു സ്വദേശിയായ ഭരതനാട്യം നർത്തകി അനൻഗ മഞ്ചരിയും അനന്യ നായരും അവതരിപ്പിച്ച ഭരതനാട്യവും കലാമണ്ഡലം പ്രവിത പ്രഹ്ലാദൻ അവതരിപ്പിച്ച ഗോവർദ്ധനോദ്ധാരണം കഥയിൽ നങ്ങ്യാരമ്മ കൂത്തും കോഴിക്കോട് ശ്രുതിലക്ഷ്മി അവതരിപ്പിച്ച മോഹിനിയാട്ടവും ഗുരുവായൂർ സ്വസ്തി കൃഷ്ണപ്രഭ രതീഷും സംഘവും അവതരിപ്പിച്ച നൃത്താർപ്പണവും വൈകിട്ട് 7 ഗരുഡ സന്നിധിയിലേക്കുള്ള ഭഗവാന്റെ എഴുന്നള്ളിപ്പും നർത്തകിമാരായ മഹേശ്വരി KD, RLV ദിവ്യ, RLV രേഖ എന്നിവരുടെ തിരുമുമ്പിൽ നടനവും നടന്നു.
തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി ജലസംരക്ഷണം, മലിനജലത്തിന്റെ ശാസ്ത്രീയമായ സംസ്കരണം എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ജലം ജീവിതം പദ്ധതി നടപ്പിലാക്കി. ചാവക്കാട് മുനിസിപ്പൽ കൗൺസിലർ പി.കെ. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ കെ.സി. മണികണ്ഠൻ സംസാരിച്ചു. NSS വളണ്ടിയേഴ്സ് സമീപ സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണ കിറ്റുകൾ നൽകുകയും ചാവക്കാട് മുനിസിപ്പൽ ഓഫീസിന് സമീപം വസന്തം കോർണറിൽ സ്കിറ്റും ബോധവൽക്കരണ റാലിയും നടത്തുകയുണ്ടായി. NSS വളണ്ടിയർമാരായ കിരൺ, കനിഷ്കൻ, ബാസിത്, അഭയ, ഹംന, പ്രോഗ്രാം ഓഫീസർ നായർ അനിത, ഷീന പോൾ, NK സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലപൂജ മഹോത്സവത്തിന് സമാപനമായി. രാവിലെ ഗുരുപൂജാനന്തരം അഷ്ടദ്രവ്യ ഗണപതി ഹോമം, കലശപൂജ, അഭിഷേകം, ഹനുമാൻ സ്വാമിക്ക് ലക്ഷാർച്ചന, രൂപക്കളത്തിലേക്ക് എഴുന്നള്ളിപ്പ്, വൈകിട്ട് സമൂഹാർച്ചന, തുടർന്ന് വേദമന്ത്രഘോഷം, താലം, മുത്തുകുട എന്നിവയുടെ അകമ്പടിയോടെ കലശം എഴുന്നള്ളിപ്പ്, പഞ്ചഗവ്യം, ഭസ്മം, കുങ്കുമം, വെണ്ണ, നെയ്യ്, തേൻ, പഞ്ചാമൃതം, പാൽ, ഇളനീർ എന്നിവയാൽ ആഞ്ജനേയ സ്വാമിക്ക് അഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, മഹാനിവേദ്യം, മഹാകവച പുഷ്പാഞ്ജലി, ദീപക്കാഴ്ച, അത്താഴപൂജ, ശീവേലി, തുടർന്ന് വാദ്യമന്ത്രഘോഷത്തോടുകൂടി ഹനുമാൻ സ്വാമിയുടെ രൂപക്കളത്തിൽ നൃത്തം എന്നിവ നടന്നു. ക്ഷേത്ര മഠാധിപതി അനന്തു സുരേഷ്, മുഖ്യ കാര്യദർശി E.K. രാജൻ എന്നിവർ മുഖ്യകാർമ്മികരായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വാഴപ്പള്ളി ശ്രീരാജരാജേശ്വരി ക്ഷേത്രത്തിൽ ദേവിക്കും മുത്തപ്പന്മാർക്കുമുള്ള കളമെഴുത്ത് പാട്ട് നടത്തി. വള്ളിവട്ടം സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കലാകാരന്മാരാണ് കളമെഴുത്ത് പാട്ട് നടത്തിയത്. രാവിലെ സൂര്യനാട്ട് കൈമൾ കളം, 2 മണിക്ക് ആവണപ്പള്ളി മുത്തപ്പൻ കളം, വൈകിട്ട് ഗുരു മുത്തപ്പന് കളം, രാത്രി 10 മണിക്ക് ദേവിക്ക് കളം, രാത്രി 11 മണിക്ക് ഗുരുതർപ്പണവും നടത്തി. ക്ഷേത്രം ശാന്തിമാർ സഹകാർമ്മികരായിരുന്നു. അന്നദാനവും ഉണ്ടായി. ക്ഷേത്രം ഭാരവാഹികളായ വി ഉണ്ണികൃഷ്ണൻ, വി.ആർ. രാധാകൃഷ്ണൻ, വി.കെ. ഹരിദാസൻ, വി.സി. ഷാജി, വിജയ്, സുരേഷ്, അനിരുദ്ധൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നാട്ടിക എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി താന്യം സ്കൂൾ പരിസരത്തെ വീടുകളിൽ സന്ദർശനം നടത്തി. ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും ക്രിസ്മസ് കിറ്റ് നൽകി സ്നേഹം പങ്കിട്ടു. ക്യാമ്പിന്റെ സമാപന സമ്മേളനം താന്യം പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷനായി. സ്കൂൾ ലോക്കൽ മാനേജർ P.K. പ്രസന്നൻ, പഞ്ചായത്ത് അംഗം സിജോ പുലിക്കോട്ടിൽ, പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, പ്രധാന അധ്യാപിക സീനത്ത്, നവീൻ ഭാസ്കർ, KR രഘുരാമൻ, OR അനിത, EB ഷൈജ എന്നിവർ സംസാരിച്ചു. ഏറ്റവും നല്ലൊരു കുട്ടീനെ അവർക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാവരും ഒരുപോലെ നല്ല കുട്ടികളാണ്. അവർ ഏറ്റെടുത്ത 7 ദിവസത്തെ ക്യാമ്പ് അതിമനോഹരമായി ഓരോരുത്തരും ചെയ്യേണ്ട പ്രവൃത്തികൾ ടീച്ചറുടെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ കാര്യവും കൃത്യമായി
നിങ്ങൾ ചെയ്തു എന്നാണ്. അപ്പം നമ്മുടെ വ്യക്തിത്വ വികസനം അതിൽ നല്ലൊരു പങ്ക് ഈ 7 ദിവസത്തെ ക്യാമ്പിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ 7 ദിവസം ക്യാമ്പ് കഴിഞ്ഞാൽ ഇതിവിടെ അവസാനിപ്പിക്കല്ല. ഇത് ക്യാമ്പ് തന്നത് നിങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരു ലീഡർഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. ഒരാഴ്ചക്കാലം നമ്മൾ അച്ഛനമ്മേനെയും കൂടെ ആ വീട്ടിൽ കഴിഞ്ഞിരുന്ന അവരൊക്കെ വിട്ട് നിങ്ങൾ വേറൊരു സ്ഥലത്ത് നിങ്ങളുടെ അധ്യാപകരുടെ കൂടെ മാറിയിരിക്കണേ. അപ്പോൾ ആ ഒരു അനുഭവം നിങ്ങൾക്ക് വലിയ ഇതായിരിക്കും അല്ലേ? എന്തായാലും സന്തോഷം തോന്നിയില്ലേ? ഇനി പിരിഞ്ഞു പോകുമ്പോഴല്ലേ നിങ്ങൾക്ക് വിഷമം? ഒരാഴ്ച ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കിഴിപ്പിള്ളിക്കര നളന്ദ സ്കൂളിന് മുൻപിൽ സ്ഥാപിച്ചിരുന്ന അനുമോദന ബോർഡ് തീവെച്ച് നശിപ്പിച്ച നിലയിൽ. കാഞ്ഞാണി സെന്ററിൽ വാഹനക്കുരുക്ക് പതിവാകുന്നു. അപകടം പതിവായ വാടനപ്പള്ളി മരണവളവിലെ പൊന്തക്കാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വൃത്തിയാക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.